കോലാലംപൂരിലെ ഏറ്റവും തിരക്കുള്ള നൈറ്റ് മാർക്കറ്റായ ബുക്കിറ്റ് മിൻതാങ്ങിലെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ ഭക്ഷണ വിഭവങ്ങൾ ഇവിടെ ഉണ്ട്. കൂടുതലായി ഇവിടെ ഫോറിനേഴ്സാണ് കാണുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമുക്കിപ്പോൾ ഉള്ളിൽ പോയി നോക്കാം. കോലാലംപൂരിൽ ബുക്കിറ്റ് മിൻതാങ്ങിലെ ജലാൻ അലോർ നൈറ്റ് ഫുഡ് സ്ട്രീറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. ഇവിടെ നല്ല തിരക്കാണ്. ഈ ഒരു ടൈം ആവുമ്പോഴാണ് ഈ ഒരു സ്ഥലം ആക്റ്റീവ് ആവുക. പകലൊക്കെ ഇത് ഭയങ്കര നിശബ്ദമായ സ്ഥലമായിരിക്കും. പക്ഷെ ഉച്ച ശേഷം ഇവിടെ കുറച്ചിങ്ങനെ ആക്റ്റീവായിട്ട് തുടങ്ങും. ഇവിടെ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് ഫോറിനേഴ്സാണ്. അതിൽ സായിപ്പ് മാത്രമല്ല, മറ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരും ആഫ്രിക്കൻസും എല്ലാ വിഭാഗക്കാരും ഇവിടെ എത്തിയിട്ട് ഭക്ഷണം കഴിക്കുന്നൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ബ്രിട്ടീഷ് ഭരണകാലം മുതൽ 1980 വരെ കോലാലംപൂരിലെ റെഡ് ലൈറ്റ് ഏരിയ ആയിരുന്നു ജലാൻ അലോർ. മദ്യം, മയക്കുമരുന്ന്, പെൺവാണിഭം തുടങ്ങി പല കാര്യങ്ങളും നടക്കുന്ന ഒരു സ്ഥലം. ആ ഒരു സമയത്ത് ഇവിടെ ചൈനീസ് വംശജരായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അതിനുശേഷം ചൈനീസ് മലായി വംശജരുടെ വർഗീയ കലാപം ഇവിടെ വെച്ച് നടന്നു. അതിലൊരു 600ഓളം ആൾക്കാർ മരണപ്പെടുകയും അതിൽ കൂടുതലും ചൈനീസ് വംശജരായിരുന്നു. അതിനുശേഷമാണ് ഈ റെഡ് ലൈറ്റ് ഏരിയ ആയിരുന്ന ജലാൻ അലോർ ഒരു ഫുഡ് സ്ട്രീറ്റ് എന്ന രൂപത്തിൽ പരിണമിക്കപ്പെട്ടത്. അങ്ങനെ ഓരോ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം കണ്ണിൽ പെട്ടത്. ഈ കാണുന്ന മുളങ്കമ്പിൽ കുത്തി വെച്ചിരിക്കുന്നതൊക്കെ തവളയുടെ ഇറച്ചിയാണ്. കൂടാതെ മറ്റ് നമുക്കറിയാത്ത കുറച്ച് ജീവികളും കൂടെ ഉണ്ട്. കൂടാതെ മറ്റ് മത്സ്യങ്ങളും മാംസങ്ങളും ഒക്കെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല, ഇങ്ങനെ കുറച്ച് കലാകാരന്മാരെ കൂടി ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആക്കിയിട്ട് ലൈവായിട്ട് ഉണ്ടാക്കി വെക്കുന്നതാണ്. ഈ കാണുന്നതാണ് ഡുരിയാൻ ഫ്രൂട്ട്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. വാഹനങ്ങളും മറ്റും കടന്നു പോകുന്ന ഒരു റോഡിൻ്റെ ഇരുവശത്തായിട്ടാണ് ഈ ഷോപ്പുകളൊക്കെ ഉള്ളത്. പക്ഷെ വാഹനങ്ങളൊക്കെ ആ ഒരു വഴിക്ക് പോകുന്നു എന്നല്ലാതെ അത് മറ്റ് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹോണടി ശബ്ദം കൊണ്ട് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്.